നമ്മുടെ മോങ്കോ ഡി ബിക്കായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് മോഡൽസ് വേണം അല്ലേ? മോങ്കോ ഡി ബിയിൽ നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് നമുക്ക് യൂസറിന്റെ ഒരു സെപ്പറേറ്റ് ടേബിൾ അല്ലെങ്കിൽ സ്കീമ, അതേപോലെ ടു ഡു ലിസ്റ്റിന്റെ ഒരു സെപ്പറേറ്റ് സ്കീമ, അത് രണ്ടുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, യൂസറിന്റെ സ്കീമ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് user.js എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫയലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം, todo.js. ഓക്കെ, ഫസ്റ്റ് നമ്മൾ user.js നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോങ്കോ ഡി ബിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രോജക്റ്റിൽ നിന്ന് മോങ്കോ ഡി ബിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോങ്കോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തില്ല ഒരു പാക്കേജ്, ആ പാക്കേജ് നമ്മൾ യൂസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ മോങ്കോസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ടു റിക്വയർ മോങ്കോസിനെ നമ്മൾ എടുത്തു വെച്ചു. അടുത്ത എന്താണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, യൂസറിന്റെ സ്കീമയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? അതിനായിട്ട് നമ്മളൊരു വേരിയബിളിലേക്ക് യൂസർ സ്കീമ എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കും. എന്താണ് സ്കീമ എന്ന് ഉദ്ദേശിക്കുന്നത്? യൂസർ സ്കീമ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ മോങ്കോ ഡി ബിക്കകത്ത് എങ്ങനെയാണ് ഈ യൂസറിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ആവേണ്ടത്, അതായത് ആ ടേബിളിന്റെ സ്ട്രക്ചറാണ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത്. മോങ്കോ ഡി ബിയുടെ പുതിയൊരു സ്കീമ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ന്യൂ മോങ്കോസ് ഡോട്ട് സ്കീമ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം, മോങ്കോസ് ഡോട്ട് സ്കീമ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വേരിയബിൾസ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണം. അതായത് എന്താണ് ഫീൽഡിന്റെ പേര്, എന്ത് ടൈപ്പാണ് ആ ഫീൽഡ്, അതിപ്പോൾ റിക്വയർഡ് ആണോ അല്ലയോ, അതേപോലെ അത് യുണീക്ക് ആണോ അല്ലയോ, അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവസാനം ഈ മോഡ്യൂളിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ ആലോചിക്കുന്നത് ഫുൾ നെയിം കൊടുക്കാം, അതേപോലെ നമുക്ക് എന്ത് കൊടുക്കാം, ഇമെയിൽ കൊടുക്കാം, പിന്നെ പാസ്വേഡും കൊടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുൾ നെയിമിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടത്, ഫുൾ നെയിമിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കുക. ഫുൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ടൈപ്പ് നമ്മൾ സ്ട്രിങ് കൊടുക്കുന്നു. അതേപോലെ ഇത് റിക്വയർഡ് ആണോ, നമ്മുടെ കേസിൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ നെയിം റിക്വയർഡ് ആക്കേണ്ട കാര്യമില്ല, എന്നാലും നമുക്ക് ഫുൾ നെയിം റിക്വയർഡ് ആയിട്ട് തന്നെ കൊടുക്കാം. ഇമെയിലും ഇതേപോലെ തന്നെ. ഇമെയിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഇമെയിലിൻ്റെ ടൈപ്പ് വേണം, ടൈപ്പ് എന്താണ്, സ്ട്രിങ് ആണ്. അതേപോലെ റിക്വയർഡ് ആണോ, യെസ് ഇമെയിൽ റിക്വയർഡ് ആണ് അല്ലേ. പിന്നുള്ളത് ഇമെയിൽ യൂണീക്ക് ആയിരിക്കണം, കാരണം ഇമെയിൽ സെയിം ഇമെയിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന റൂളാണ് നമ്മൾ വെച്ചേക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് യൂണീക്ക് ആക്കി വിടാം. ലാസ്റ്റ് ആണ് നമ്മുടെ പാസ്വേഡ് എന്ന് പറയുന്നത്. പാസ്വേഡിൻ്റെ അകത്ത് ടൈപ്പ് സ്ട്രിങ് കൊടുക്കുക, നമ്മൾ റിക്വയർഡ് ആണോ റിക്വയർഡ് ആക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യൂസറിൻ്റെ സ്കീമായി. ഈ സ്കീമ വെച്ചിട്ട് നമുക്ക് മോങ്കോ ഡി ബിക്കകത്ത് ഫൈൻഡ്, അതേപോലെ അപ്ഡേറ്റ്, സേവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. യൂസറിനെ ഇന്ററാക്ട് ചെയ്യാനായിട്ടാണ് ഈ യൂസർ സ്കീമ. ക്ലിയർ ആയോ? ഇതേപോലെ തന്നെ നമ്മൾ ടു ഡുവിൻ്റെ സ്കീമ അടുത്ത് ചെയ്യുക. നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ മോങ്കോസ് നമ്മൾ ലോഡ് ചെയ്യുന്നു, റിക്വയർ മോങ്കോസ്. ഓക്കെ, എന്ത് ചെയ്യാം, നമ്മൾ മോങ്കോസിന്റെ സ്കീമ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ടു ഡു സ്കീമ എന്നൊക്കെയായിരുന്നു പറഞ്ഞത്, പുതിയ മോങ്കോസിന്റെ സ്കീമ ക്രിയേറ്റ് ചെയ്യണം അല്ലേ, ന്യൂ മോങ്കോസ് ഡോട്ട് സ്കീമ. ടു ഡു ലിസ്റ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഒരു ടാസ്ക് എടുക്കാം, അതേപോലെ ടാസ്കിന്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്ന് എടുക്കാം, ആരാണ് ആഡ് ചെയ്തെന്ന് എടുക്കാം, എപ്പോഴാണ് ആഡ് ചെയ്തെന്ന് എടുക്കാം, എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തെന്ന് എടുക്കാം. തൽക്കാലം നമുക്ക് ഇത്ര മതി. എന്താണ് ടാസ്ക്, എപ്പോഴാണ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ കംപ്ലീറ്റഡിന്റെ സ്റ്റാറ്റസ്, ആഡ് ചെയ്ത ആരാണ്, എപ്പോഴാണ് ആഡ് ചെയ്തത്, എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഓരോന്നിൻ്റെയും നമുക്ക് ടൈപ്പ് കൊടുക്കാം. ടൈപ്പ് എന്താണ്, സ്ട്രിങ് ആണ്. ടാസ്കിന്റെ ടൈപ്പ് സ്ട്രിങ്. ടാസ്ക് റിക്വയർഡ് ആണോ, യെസ് ഓഫ് കോഴ്സ്, ടാസ്ക് റിക്വയർഡ് ആയതാണ് നമ്മൾ ട്രൂ കൊടുക്കുന്നു. ഇനി അടുത്തത് കംപ്ലീറ്റഡ്. കംപ്ലീറ്റഡ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ടൈപ്പ് ബൂളിയൻ കൊടുക്കാം. ബൂളിയൻ റിക്വയർഡ് ആണോ, കംപ്ലീറ്റഡ് എന്നുള്ള റിക്വയർഡ് അല്ല ശരിക്കും പറയാം, പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലേ, അതുകൊണ്ട് ഫോൾസ് കൊടുക്കാം. ഡിഫോൾട്ട് നമുക്ക് വേണമെങ്കിൽ ഫോൾസ് ആയിട്ട് കൊടുത്തേക്കാം. അതായത് ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റിക്വയർഡ് കൊടുത്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ട് ഫോൾസ് ആയിരിക്കും, പ്രശ്നമില്ല. അപ്പോൾ കംപ്ലീറ്റഡ് എന്നുള്ള ഡിഫോൾട്ട് ഫോൾസ് ആയിരിക്കും, ഡിഫോൾട്ടായിട്ട് കംപ്ലീറ്റഡ് അല്ല, നമ്മൾ ചേഞ്ച് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റഡ് ആകത്തുള്ളൂ അല്ലേ. അടുത്തത് ആഡഡ് ബൈ ടൈപ്പ് എന്തായിരിക്കും, ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ് അല്ലേ, ഇനി നമുക്ക് നമ്പർ കൊടുക്കാം. റിക്വയർഡ് ആണോ, റിക്വയർഡ് ആണ്. ആരാണ് ആഡ് ചെയ്തതെന്ന് നമുക്കറിയണ്ടേ, സോറി ആഡഡ് ബൈയുടെ റിക്വയർഡ് ട്രൂ ആക്കുന്നു. ഇനി ആഡഡ് ഓൺ, എപ്പോഴാണ് ആഡ് ചെയ്തതെന്ന് നമുക്കറിയണം. അതിനായിട്ട് ടൈപ്പ് വന്നിട്ട് സെയിം സ്ട്രിങ് തന്നെ കൊടുക്കാം. റിക്വയർഡ് എപ്പോഴാണ് ആഡ് ചെയ്തെന്നുള്ള ട്രൂ ആയിരിക്കണം അല്ലേ. പിന്നെ ഡിഫോൾട്ട് നമുക്കൊരു ടൈമാണ് സെറ്റ് ചെയ്ത് കൊടുക്കാം, ന്യൂ ഡേറ്റ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫീൽഡ് ഫില്ലാവും. ഓക്കെ, ഇത് മറ്റേ ഡേറ്റിന്റെ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പോൾ ജസ്റ്റ് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയല്ല സ്ട്രിങ് ആയിട്ടും നമ്പറായിട്ട് മാത്രം കൊടുത്തേക്കാണ്. സ്ട്രിങ് നമ്പർ മൂല്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. സെയിം കേസ് നമുക്ക് അപ്ഡേറ്റഡ് ഓണും കൊടുക്കാം. ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ്, അതേപോലെ റിക്വയർഡ് ഫോൾസ്. എന്താ ഇത് ഫോൾസ് ആവാൻ കാരണം, ആഡഡ് ഓൺ എന്തായാലും ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വരും. അപ്ഡേറ്റഡ് ഓൺ വരുന്ന എപ്പോഴാണ്, എന്തെങ്കിലും ചേഞ്ച് വരുന്ന സമയത്ത്, അപ്പോൾ മാത്രമേ ഇത് അപ്ഡേറ്റ് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് റിക്വയർഡ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നീട് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിരിക്കും. ഇത്ര സാധനങ്ങൾ ചെയ്തു. നമ്മൾ യൂസറിൻ്റെ അകത്ത് എക്സ്പോർട്ട് ചെയ്തായിരുന്നു, ഇല്ല നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് എക്സ്പോർട്ട് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിന് ടു ഡുവിന് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ടു ഡുവിന് വേണ്ടത്. ഈ ടു ഡു സ്കീമ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിലേക്ക് മോങ്കോസ് ഡോട്ട് മോഡൽ, നമ്മളിതൊരു മോഡലായിട്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഈ മോഡലിൻ്റെ പേര് നമ്മൾ ടു ഡൂസ് എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്താണ്, നമ്മുടെ സ്കീമയുടെ പേര് എന്താ, ടു ഡു സ്കീമ. ഈ ടു ഡു സ്കീമ എടുത്ത് ടു ഡൂസ് എന്ന് പറഞ്ഞ പേരിലേക്ക് നമ്മൾ പേര് വെച്ചിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. മോങ്കോസ് യൂസ് ചെയ്തുകൊണ്ട് ടു ഡു സ്കീമ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു.
ഇനി നമ്മൾ യൂസറിൻ്റെ സ്കീമയും കൂടെ എക്സ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് സെയിം തന്നെ മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് മോംഗൂസ് മോഡൽ നമ്മുടെ പേര് കൊടുക്കുന്നത് യൂസർ എന്ന് കൊടുക്കുക. മോഡലിൻ്റെ പേരെന്താണ്? സോറി, സ്കീമയുടെ പേര് യൂസർ സ്കീമ. ഓക്കെ, അപ്പോൾ രണ്ട് സ്കീമയും, അതായത് യൂസറിൻ്റെ സ്കീമയും ടു ഡൂസിൻ്റെ സ്കീമയും നമ്മൾ എക്സ്പോർട്ട് ചെയ്തു അല്ലേ. ഇത്രയും കേസ് നമ്മുടെ എന്തൊക്കെ ചെയ്തു? നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തു, അതായത് JWT കോൺഫിഗറേഷൻ ചെയ്തു, നമ്മൾ മിഡിൽ വെയർ ആയിട്ട് ഓത്ത് ആഡ് ചെയ്തു, എന്തോ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് മിഡിൽ വെയർ ആഡ് ചെയ്തു. അതേപോലെ നമ്മൾ രണ്ട് മോഡലും MongoDBയുടെ സ്കീമൊക്കെ ആയിട്ടുള്ള രണ്ട് മോഡലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാം.